മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 35th വൺ, അപ്ത്രസ്റ്റ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഫോർ ഫ്ലോട്ടേഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ബയോൺസി എന്ന് പറയുന്നത്. വി കൻ ഡിഫൈൻ ടു ഈക്വൽ ടു. സോ നമ്മളൊരു ലിക്വിഡിനകത്ത് ഒരു വി വോളിയം ഉള്ള ഒരു ഓബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്താൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് അപ്ത്രസ്റ്റ്, so you know it is acting vertically upward direction, so that is given by the volume immersed inside into the density of the liquid into G. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ആ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം ആ ലിക്വിഡിനകത്തുള്ള വോളിയത്തെയും. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതോടൊപ്പം അപ്ത്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട 1-2 റിലേഷൻസ്. ഒന്ന്, ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ബോഡി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടുപിടിക്കുവാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, സോ കീപ് ഇൻ മൈൻഡ്, ഇറ്റ് ഈസ് വെയിറ്റ് ഇൻ എയർ ദ ഡിവിഷൻ ബൈ the weight in air minus weight in water. So that is a very important concept. അതേ പ്രകാരം തന്നെ we can find the relative density of a liquid. So that is equal to the weight in air minus the weight in that liquid by the weight in air minus the weight in water. So that is a very important one. So നമ്മളൊരു പർട്ടിക്കുലർ ബോഡി ലിക്വിഡിലും അതോടൊപ്പം വാട്ടറിലും ഇമേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ വെയിറ്റ് രേഖപ്പെടുത്തി ഈ റിലേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി. അതോടൊപ്പം ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുമ്പോൾ അറ്റ് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ്, ഇങ്ങനെ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ എയറിലുള്ളതിനെ നമ്മൾ ലിക്വിഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, സോ വി ക്യാൻ കോൾ ഇറ്റ് as nothing but the apparent weight. So the apparent weight is nothing but equal to the weight mg that is acting vertically downward and the upthrust is acting in the upward direction. So we can say that weight mg minus upthrust. So that weight mg is supposed to be the weight in air minus the upthrust, the liquid offer ചെയ്യുന്നതായിട്ട് കണക്കാക്കിയാൽ, so that mass of the body we can write as the volume of the body into density of the body into G minus upthrust is again volume immersed എന്ന് പറയുന്നത് ബോഡിയുടെ വോളിയമായിട്ട് മാറുന്നു into density of the liquid into G. So we can write as equal to V into the density of the body minus the density of the liquid into G. That is very important. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അപ്പാരൻറ്റ് വൈറ്റിന് വ്യത്യാസം വരുന്നു. സോ വി ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ 3 ഇമ്പോർട്ടൻറ്റ് റെലവൻറ്റ് കേസസ്. ദ ഫസ്റ്റ് വൺ, സപ്പോസ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിനേക്കാൾ കൂടുതലാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ് വിടുവിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം ദാറ്റ് ബോഡി വിൽ സിങ്ക് ടു ദ ബോട്ടം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. രണ്ടാമത്തെ കേസ്, ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡിന് ഈക്വൽ ആണെങ്കിൽ ഉറപ്പിക്കണം ആ ബോഡി എന്ന് പറയുന്നത് ഫുള്ളി സബ്മർജ്ഡ് ആയിട്ട് വെള്ളത്തിൻ്റെ അടിയിലുണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പക്ഷെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണെങ്കിൽ അവൻ പാർഷ്യലി സബ്മർജ്ഡ് ആയിട്ട് ഇതേപോലെ വന്ന് നിൽക്കും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതിൽ അവസാനം പറഞ്ഞ 2 കാര്യങ്ങളാണ് നമ്മളുടെ പ്രിൻസിപ്പിൾ ഫ്ലോട്ടേഷൻ ആയിട്ട് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ദ ബോഡിയും ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡും ഫുള്ളി സബ്മർജ്ഡ് ആണെങ്കിൽ ആ കണ്ടീഷനിൽ ഈക്വൽ ആണെങ്കിൽ അത് ഫുള്ളി സബ്മർജ്ഡ് എന്നും, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ലെസ് ദാൻ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണെങ്കിൽ പാർഷ്യലി സബ്മർജ്ഡ് ആയിട്ട് വരുന്നു.
ഈ രണ്ട് കേസസിനെയുമാണ് നമ്മുടെ ഫ്ലോട്ടേഷൻ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ we can just move with one question. A block of brass of mass 0.5 kilogram. So the 0.5 kilogram and to density it is given as 8 into 10 raised to 3 kilogram per meter cube. That is suspended from a string. What will be the tension in the string if the block is completely immersed in water? What may be, tension there is nothing equal to apparent weight. The apparent weight, the tension there. So that is equal to the weight in air that minus up the rest. That is the relation. The weight in air, that is mg minus upthrust the volume inside into density of the liquid into g. So here the mass and mass is there, but what about the volume of the inside? So we can just find that volume. So we know the density of the body is equal to the mass division by volume. So volume is equal to m by rho. So m by rho, the rho of the body into the density of the liquid into g. So that is equal to, what is the mass of the body? It is given as a 0.5 into as a 10 minus that mass again 0.5 by that density of the body, that is given as 8 into 10 raised to 3, that much into the density of the liquid. So here water, so 10 cube into 10. So 10 cube cancel. So that is equal to 5 minus. So 0.5 into 10, it becomes a 5. So 5 by 8. So on solving, so you get the value equal to 4.375 Newton. So that means ആ ബ്രാസിൻ്റെ യഥാർത്ഥത്തിലുള്ള എയറിലുള്ള വെയ്റ്റിനേക്കാൾ കുറയുന്നു when it is dipped in water because of that upthrust. So that is the very important concept. So വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. It is useful for you. So please share the channel to your friends also. Take care. God bless you.